ഹായ് നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് വരുവാണ്. കുറേ ദിവസങ്ങളല്ല, കുറേ മാസങ്ങൾ, 2 മാസത്തോളമായി നമ്മൾ വീഡിയോ ഇടാൻ എനിക്ക് എൻ്റെ ശാരീരിക അസുഖങ്ങളൊക്കെ കൊണ്ട് കാരണമാണ്. എനിക്ക് ടെൻഷനും മറ്റു കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാരണം ഓപ്പറേഷൻ നടക്കുന്ന ഡേറ്റ് പല 2-3 പ്രാവശ്യം നമുക്ക് ഡേറ്റ് വന്നു. അപ്പോൾ നമുക്ക് പൈസ ഒന്നും റെഡിയാവാഞ്ഞതുകൊണ്ട് നമ്മുടെ ഓപ്പറേഷനൊക്കെ 3 പ്രാവശ്യം മാറ്റി വെച്ചു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ടെൻഷൻ കൊണ്ട് എനിക്ക് വീഡിയോ ഇടാനുള്ള ഒരു മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. അതുകൊണ്ടാണ് വീഡിയോ ഇടാഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമ്മളിപ്പോൾ അപ്പോൾ എനിക്കെല്ലാം റെഡി ആയിട്ടുണ്ട്. എൻ്റെ ചികിത്സയ്ക്കുള്ള പൈസ എനിക്ക് അനുവദിച്ച് കിട്ടി. എനിക്ക് ഡേറ്റും കിട്ടിയിട്ടുണ്ട്. ജൂലൈ 1-ാം തീയതി ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണം. അപ്പോൾ എനിക്കിപ്പം ആ മനസ്സിൻ്റെ ആ ടെൻഷനൊക്കെ അങ്ങ് മാറി. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയ വീഡിയോകൾ ഇടാതിരിക്കേണ്ട. എല്ലാവരും നിങ്ങളൊക്കെ എന്നെ കാണുന്നില്ലേ, എനിക്ക് നിങ്ങളെയും കാണാം. അപ്പോൾ നിങ്ങളോടൊക്കെ സംസാരിക്കാൻ, നിങ്ങൾ വിളിക്കുക, ഇടിക്കുകയൊക്കെ നിങ്ങളുടെ കമൻറ്റൊക്കെ കാണുമ്പോൾ എനിക്കൊരു സന്തോഷമാവുമല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ വീഡിയോ ഇടാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇന്ന് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. കുറച്ച് മീനെന്ന് പറഞ്ഞാൽ കടമീനാണ് അത് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇവിടെ പൊന്നാരം എന്ന് പറയും. അപ്പോൾ ആ മീൻ നമുക്കൊന്ന് കാണാം. അപ്പോൾ അതിൽ നിന്ന് കറി വെക്കുന്ന ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ വിശേഷങ്ങളൊക്കെ, ആസ്പത്രിയിൽ പോകുന്നതിന് പൈസ കിട്ടിയത് എങ്ങനെയാണെന്നുള്ളത്, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിച്ചു എന്നുള്ളതൊക്കെ ഉള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അടുത്തൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങളോട് എല്ലാ കാര്യങ്ങളും ഞാൻ പറയാം. സുജിത്തിൻ്റെ ലിജിയുടെ വീഡിയോയിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. പക്ഷേ എങ്കിലും ഞാൻ ആ കാര്യങ്ങൾ ഞാൻ നേരിട്ട് നിങ്ങളോട് സംസാരിക്കാം, വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ മീൻ. 4 ഉണ്ട്. ഏകദേശം കുറച്ച് നല്ല ഒരു 250 ഗ്രാം വലിപ്പമുള്ള മീൻ ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മീനൊന്ന് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടിയൊക്കെ ഒന്ന് അടുപ്പിൽ വെച്ച് കറി വയ്ക്കാം. അപ്പോൾ നമുക്ക് ചട്ടി ഒന്ന് വെച്ച് കൊടുക്കാം. സ്റ്റൗ ഒന്ന് കത്തിക്കട്ടെ. അപ്പം നമ്മുടെ സ്റ്റൗ ഉണ്ടല്ലോ, ചീത്തയായിപ്പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗ്ലാസിൻ്റെ സ്റ്റൗ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ അടപ്പെല്ലാം അന്ന് എന്തോ തീ വരാനൊക്കെ വലിയ പാടാണ്. തീ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ സ്റ്റൗ ഒക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. നമ്മൾ സ്റ്റൗ കത്തിച്ച് ചട്ടി വെച്ച് കൊടുത്ത് ഇനിയിപ്പം ചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചട്ടി ഏകദേശം നല്ലപോലെ ചൂടായിട്ടുണ്ട്. കുറച്ച് ഒരു ചെറിയൊരു നനവുണ്ട്, എന്നെങ്കിൽ തന്നെ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ ഒന്ന് ചൂടാവിട്ട് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എണ്ണയിലിട്ട് ചൂടാക്കിയെടുക്കാം. ചൂടാക്കിയാൽ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതുപോലെ നമ്മളൊരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ ഒരു തക്കാളി. എണ്ണ നല്ലതുപോലെ തിളച്ച് അതിലേക്ക് നമുക്ക് നമ്മളൊരു ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 4-5 കഷ്ണം വെളുത്തുള്ളി. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ ചെറിയ ഉള്ളി കൂടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ എണ്ണയിലൊന്ന് ആടിക്കെട്ടിട്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി കൂടി അതിലൊന്ന് വാഴട്ടെ. നമ്മുടെ തക്കാളിയും ചെറിയുള്ളി എല്ലാം ഒന്ന് നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പൊടിച്ച പൊടി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുരുമുളക് ഇട്ട് കൊടുക്കാം. അതുപോലെ നമുക്ക് ആവശ്യത്തിനുള്ള ഉലുവ, ഒരു 1/4 ടീസ്പൂൺ ഉലുവയ്ക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് നല്ല എരിവുള്ളതായിട്ട് നമ്മളത് ഇട്ടിട്ടുണ്ട്. നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചെറിയുള്ളിയെല്ലാം. അപ്പോൾ നമുക്ക് തീ ഒന്ന് ഓഫാക്കിയിട്ട് അപ്പോൾ ഇനി അത് നമുക്കൊന്ന് കോരി മാറ്റാം. ഇത് അപ്പോൾ നമ്മുടെ എണ്ണ ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് നമ്മുടെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഇളക്കി ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ. പൊടിയൊക്കെ നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ, ആരുമില്ല കൂട്ടിന്. അപ്പോൾ അതുകൊണ്ട്
എന്തെങ്കിലുമൊക്കെ ചില പോരായ്മകളൊക്കെ ഉണ്ടാവുമായിരിക്കും, അതൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കണേ. പൊടിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്തിട്ട് നമ്മൾ മല്ലിപ്പൊടി ഇടുന്നില്ല കറിക്ക് കേട്ടോ, കാരണം മല്ലിപ്പൊടി വേണ്ടാന്ന് വിചാരിച്ചു. മല്ലിപ്പൊടി ഉണ്ട്, കാരണം മുളക് കറി വെക്കുമല്ലോ, എല്ലാ മുളക് കറിക്കൊന്നും നമ്മൾ മല്ലിപ്പൊടി ചേർക്കത്തില്ല. നേരത്തെയൊക്കെ ചേർക്കുമായിരുന്നു, ഇപ്പം നമ്മൾ ചേർക്കത്തില്ല അങ്ങനെ. ഈ മല്ലിപ്പൊടി ഇട്ട് വെക്കാതെ വെക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ്, നാളത്തൊക്കെ തിരുന്നാൽ നല്ലൊരു ടേസ്റ്റാണ് അത്. ഇന്ന് നമ്മുടെ മുളക് പൊടി നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ചൂടായി വരുന്നിട്ട് നമുക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ സ്റ്റൗവിൻ്റെ തീ ഒന്ന് കുറച്ച് വെച്ചിരിക്കും കേട്ടോ, ഇല്ലെങ്കിൽ ഇത് മുളക് പൊടിയൊക്കെ കരിഞ്ഞു പോകും. നമുക്ക് മറ്റേ നമ്മൾ വറുത്ത് പോയ സാധനങ്ങളൊന്ന് അരച്ചതിന് ശേഷം നമുക്ക് തീയൊക്കെ കൂട്ടിയിട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ പുളിവെള്ളം പുളി കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ നിന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ വഴറ്റി വെച്ച സാധനങ്ങളെല്ലാം കൂടെ ഒന്ന് അരച്ചിടുക. നമ്മുടെ മുളക് ഒക്കെ നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന നമ്മുടെ അരപ്പൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതും കൂടെ ഒന്ന് ആ എണ്ണയിലൊന്ന് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരട്ടെ. നമ്മൾ എണ്ണയിൽ മൂപ്പിച്ചാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ആ അകത്തുള്ള തക്കാളിയുടെ അകത്തൊക്കെ നല്ലൊരു ചെറിയൊരു പച്ച കാണുമല്ലോ എന്നാലും. അപ്പോൾ അതൊന്ന് റെഡിയാവട്ടെ. റെഡിയാകുമ്പോഴത്തേക്ക് നമുക്കത് ഒന്നുകൂടെ ഒന്ന് പറ്റിച്ചെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. ഒന്നുകൂടെ ഒന്ന് എണ്ണയിലൊന്ന് മുരിഞ്ഞ് വരട്ടെ. ഇത് നമ്മളിങ്ങനെ ചെയ്താലുണ്ടല്ലോ നല്ല ടേസ്റ്റായി ഈ കറിക്ക്. സാധാ നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റി വെക്കുന്നതാണ് കണ്ടത്. ഇതുപോലെ ഒന്ന് അരച്ചൊക്കെ ചേർത്ത് കഴിഞ്ഞാലുണ്ടല്ലോ, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ കൊച്ചുനാളിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീനൊക്കെ നമ്മൾ കറി വെക്കുന്ന സമയത്ത് കല്ലിലല്ലി അരയ്ക്കുന്നത്. വറുത്ത് ഓടിൽ നമ്മുടെ പാത്രങ്ങൾ ഇരുമ്പ് ചട്ടിക്കകത്തൊക്കെ വറുത്തെടുത്തിട്ട് മുളകും മല്ലിയൊക്കെ വറുത്തെടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ചെറിയ ഉള്ളിയും പുളിയും വെളുത്തുള്ളിയൊക്കെ അരച്ചായിരുന്നു ചേർക്കുന്നത്. പക്ഷെ അതൊക്കെ ഒരു നല്ലൊരു ടേസ്റ്റായിരുന്നു. ഇപ്പോൾ അതുപോലെ നമുക്ക് ചെയ്യാം. ഇതുപോലെ നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ചെറുതായിട്ടൊന്ന് പരിയുണ്ട്. നമുക്ക് ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്ത് ഉപ്പും ഇട്ടതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് നല്ലതുപോലെ കറിയൊക്കെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് മീനിട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വയ്ക്കാം. നമുക്ക് നല്ലതുപോലെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് നമ്മുടെ കറി പെട്ടെന്ന് തിളയ്ക്കുന്നത്. കാരണം സ്റ്റൗവിന് നല്ല തീ ഉണ്ടായതുകൊണ്ടേ, നമ്മളിപ്പോൾ ഒരു പഴയ ഒരു സ്റ്റൗവാണ് നമ്മളിപ്പോൾ എടുത്ത് ഉപയോഗിക്കുന്നത്. നമ്മുടെ മറ്റേ പുതിയ സ്റ്റൗ വെച്ച് അപ്പോൾ ഇപ്പോൾ നമ്മുടെ അടമീനിൻ്റെ അടപ്പൊന്ന് എടുത്ത് നോക്കാം. നമുക്കത് എങ്ങനെയുണ്ട്, തിളച്ചിട്ടുണ്ടെന്ന് നോക്കാം. തിളച്ചിട്ടുണ്ടായിരുന്നു, നമ്മളെന്നാലും അത് ഒന്നുകൂടി തിളയ്ക്കട്ടെന്ന് എഴുതി വെച്ചതാണ്. നമ്മൾ ഇനി അതിലേക്ക് മീൻ പറക്കിയിടാം. നമുക്കതൊന്ന് അടച്ച് വയ്ക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് പറ്റട്ടെ. അടച്ച് വെച്ച് പറ്റി വെളിച്ചെണ്ണ കൂടി ഒഴിക്കാം. കറിയുടെ അടപ്പൊന്ന് എടുത്ത് നോക്കട്ടെ. നല്ല ചൂടുണ്ട്. കറിയൊക്കെ നല്ലതുപോലെ പറ്റിയിട്ടുണ്ട്. നമുക്കിനി കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം.
കറിയൊക്കെ നല്ലതുപോലെ പറ്റിയിട്ടുണ്ട്. കറിയൊക്കെ കുറുകി നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇവിടെ. ഇനി ഇത് ചട്ടിയിലിരുന്ന് നല്ലതുപോലെ ഒന്ന് പറ്റും. നമുക്ക് തീയൊക്കെ ഒന്ന് ഓഫാക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.